ഹലോ ഗൈസ്, വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് ഷാനസ് ടോക്സ്. ഒരു 2-3 മാസം കഴിഞ്ഞിട്ട് വീഡിയോ ഒക്കെ ചെയ്ത് തുടങ്ങാമെന്ന് വിചാരിച്ചിരിക്കുന്നു. പക്ഷേ ഇപ്പൊ നമ്മുടെ നാട്ടിൽ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ? ഒരുപാട് പ്രശ്നങ്ങളുണ്ടല്ലോ. അപ്പം എനിക്കെന്തോ നമ്മളെ എന്തെങ്കിലും പ്രശ്നം നടക്കുന്ന സമയത്ത് അതിനെക്കുറിച്ച് എന്തെങ്കിലും വളവള അടിച്ചില്ല എന്നുണ്ടെങ്കിൽ ഒരു സമ്മാനം കിട്ടില്ല. അങ്ങനെ സമ്മാനം കിട്ടാതെ വീഡിയോ ചെയ്യാനായിട്ട് വന്നതാണ്. ആസ് യൂഷ്വൽ ലെവൽ ചെയ്യാൻ നോക്കി, ഡ്രമ്മൊക്കെ ചാർജ് പോയി. പിന്നെ ഇങ്ങനെ ആക്കി വെച്ചേക്കുന്നു. ഒരു കല്യാണമുണ്ട്, റിപ്പബ്ലിക് ഡേയുടെ ഒരു കല്യാണമുണ്ട്. അപ്പം അപ്പോഴത്തേക്കൊന്ന് സെറ്റായി വരുമെന്ന് വിചാരിക്കുന്നുണ്ട്. ഡ്രം ചെയ്ത് വെച്ചേക്കും. ഇവിടെ മാത്രം പിന്നെ ഇങ്ങനെ ഇടുന്നത് ഒരു ലെവലിനാക്കി വെച്ച്. അപ്പൊ മിസ്റ്റർ ഷാൻ in Shan stocks here again. Let's get entertained. What the fuck is happening here for around 1.5 weeks? 2020 അങ്ങോട്ട് തുടങ്ങിയതേ ഉള്ളൂ. അതിനു മുമ്പ് തുടങ്ങി കോപ്രായങ്ങളും പ്രശ്നങ്ങളും. എന്താ ജമ്മു. പക്ഷെ ഞാൻ അവരെ എടുത്തിട്ട് കളിയാക്കാനും ഇവരെയൊക്കെ ആയിട്ടൊന്നും വന്നില്ല. കാരണം ഓരോരുത്തകള് റീച്ച് ആവാൻ വേണ്ടി തുണി ഒരു കളയാനും അല്ലെങ്കിൽ പാവപ്പെട്ടവരുടെ ജീവിതം ഇല്ലാതാക്കി നടക്കുന്ന അവർ കാണിച്ചില്ലല്ലോ. അവരവരെ പരിപാടി അവരവരുടെ രീതി കണ്ടത് കുറച്ച് ക്രിഞ്ചിയായിരുന്നു. ഇത്തിരി ഇതൊക്കെ ആയിരുന്നു. എങ്കിലും അവരെ കളിയാക്കാനും പിടിക്കാനൊന്നും പോയില്ല. പക്ഷെ അത് രണ്ടങ്ങോട്ട് തുലൂര അവരെയാണ് സംഭവങ്ങൾ ഓരോന്നോരോന്നായിട്ട്. അപ്പൊ അതിനെ കുറിച്ച് പറഞ്ഞല്ലേ പറ്റത്തുള്ളൂ. ആൻഡ് ഇതിൽ കുറച്ച് ചീത്തളികൾ കാണും. ടു സൗണ്ട് ആഡ് ചെയ്തേക്കാം. കേൾക്കാൻ താല്പര്യം ഇല്ലാത്തവരാണെങ്കിൽ കാണണ്ട. എനിക്കിത് വായു ഞാൻ പറയും. എനിക്ക് പറഞ്ഞേ പറ്റും. അങ്ങനത്തെ കാര്യങ്ങളാണ് ഈ സാധനങ്ങൾ. ഞാൻ പറയും. അതുകൊണ്ട് താല്പര്യം ഇല്ലാത്തവർ കാണണ്ടെന്ന് നേരത്തെ ഡിസ്ക്ലൈമർ ഞാൻ വേണം കിട്ടേക്കാം. ആൻഡ് വേറെ കാര്യം കൂടെ ഞാൻ നേരത്തെ പറഞ്ഞേക്കാം. എന്റെ ലൈറ്റ് ഓൾറെഡി ഒരു ചുവപ്പ് കളറിലാണ് ഇരിക്കുന്നത്. പിന്നെ ഞാൻ കുറച്ച് ഫിൽറ്റർ പരിപാടിയൊക്കെ യൂസ് ചെയ്താണ് വീഡിയോ എടുക്കുന്നത്. പിന്നെ ഓൾറെഡി കുളിച്ചിട്ടൂടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് എന്റെ കണ്ണ് മൊത്തം നല്ല ചുവപ്പായിട്ട് അറിയാൻ പറ്റും. 3 കാരണങ്ങളുണ്ട്. കഞ്ചാവ് മറ്റൊന്നും എല്ലാം വന്ന് പറഞ്ഞിട്ട് തന്തയ്ക്ക് തള്ളക്ക് ഞാൻ വിളിക്കും. കമന്റിലോ മറ്റല്ല എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ തന്തയ്ക്ക് തള്ളക്ക് ഞാൻ വിളിക്കും. ഞാൻ നോ റെസ്ട്രിക്ഷൻസിൽ ഞാൻ വിളിച്ചു തരും. കേട്ടല്ല. ഫോട്ടോ ഉൾപ്പെടെ എടുത്ത് കാണിച്ചിട്ട് തന്നെ ഞാൻ വിളിക്കും. അത് ആ പരിപാടിക്കൊന്നും നിൽക്കേണ്ട. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോ റീച്ച് ആവാൻ വേണ്ടി ഒരു ഡബിൾ ഡാഡി മോഡ് ഒരു വീഡിയോ എടുത്തു. ആദ്യം അബ്സാക്കെ റജി അവള് ഒരു കാര്യമില്ലാതെ അത് ഫേസ് കാണിക്കാതെ ഒരു പുള്ളിയുടെ സൈഡിൽ ഇരുന്ന് ബസ്സിലിരുന്ന് യാത്ര ചെയ്ത് പോണ ഒരു വീഡിയോ എടുത്തു. അത് ഇട്ടു. 1 മില്യൺ 2 മില്യൺ 3 മില്യൺ വരെ അതിങ്ങനെ റീച്ച് ചെയ്ത് പോയി. അത് കണ്ടപ്പം നമ്മളെ ഫേമസ് യൂട്യൂബർ ഷിംജിന്റെ കരിമോഹം അവർക്കൊന്ന് വൈറലാവണം എന്ന് പറഞ്ഞ് എന്റെ മുഖം 10 പേര് കാണണം, ഞാൻ ഫേമസ് ആണെന്ന് അറിയണം എന്ന് പറഞ്ഞ് വൈറലാവാൻ വേണ്ടി ബസ്സിൽ കയറിയിട്ട് തുടക്കമേ ഫോൺ ഉണക്കി. ഇത് കാണുമ്പോഴേ അറിയാം ഇന്ന് ആരെങ്കിലും ഇതേപോലെ തട്ടുന്ന പറഞ്ഞ് വീഡിയോ ചെയ്യണം. ആദ്യമേ ബസ്സിൽ കയറി മൂലയ്ക്ക് നിന്നിരുന്നു. അപ്പൊ ദീപക്ക് നന്നായി പാവപ്പെട്ടം വന്നു. പുള്ളിക്കാരനാണെങ്കിൽ ആർക്കോ ബ്ലഡ് ഡൊണേറ്റ് ചെയ്തിട്ട് തലകറക്കം വന്ന് വണ്ടി ഉണ്ടായിട്ട് തലകറക്കം വന്നുകൊണ്ട് വണ്ടി ഓടിച്ച് പോകാൻ പറ്റത്തുണ്ട്. പാവപ്പെട്ടു അങ്ങനെ ആരുടെയോ ജീവൻ രക്ഷിക്കാനായിട്ട് രക്തദാനം നടത്തി ബസ്സിൽ കയറി പോകുമായിരുന്നു. അപ്പോഴാണ് ഈ ആക്കി വന്നതിന്റെ അവളെ സൈഡിൽ തന്നെ പാവപ്പെട്ടം പോയി ചെന്ന് നിന്നതും അവൾ തന്നെ ഫോൺ ഓണാക്കി എടുത്ത് വെച്ച് വീഡിയോ ഉണ്ടാക്കിയതും പുള്ളിയുടെ പേരിൽ ചെയ്യാത്ത കുറ്റത്തിനൊരു ആരോപണം വരികയും പുള്ളിക്കത് മാനഹാനി വരികയും പുള്ളി അത് ആത്മഹത്യയിലോട്ട് പോവുകയും ചെയ്തു. ഈ വീഡിയോ എല്ലാവരും കാണുന്നതാണ്, കണ്ടിട്ടുള്ളതായിരിക്കും. 10 പേര് അവളെ മോന്ത കാണണമെന്ന് വിചാരിച്ച് അവൾ എടുത്തിട്ടുണ്ടാക്കിയ വീഡിയോ കാണണം. ഇപ്പൊ അവർക്ക് പർദ്ദ ഇട്ടുകൊണ്ട് ജയിലിൽ പോയി കിടക്കേണ്ട അവസ്ഥ വന്നു. അപ്പൊ ചോദിക്കാനുള്ളൊരു കാര്യം, ഇതേപോലെ കാണിക്കാൻ നിൽക്കുന്നതോ അടുത്തും കാണിച്ചോളൂ അടുത്തൊക്കെ ആയിട്ടാണ് ചോദിക്കുന്നത്. ഇതിനെക്കാട്ടിയും നല്ലതല്ലേ ഇതിനൊക്കെ പാലത്തിന്റെ അടിയിൽ പോയി കിടന്നു ഇരിക്കുന്ന മുട്ടില്. നല്ല കാര്യം, അതാണ് നല്ലതെന്ന് തോന്നുന്നു. ഇല്ലാത്ത കാര്യം ഉണ്ടാക്കി റീച്ച് ഉണ്ടാക്കാനും ഓരോരുത്തരുടെ ജീവിതം തുലയ്ക്കാനായിട്ട് വേറെ ആളുമാരിങ്ങനെ അളിഞ്ഞിറങ്ങി പോകും. എന്റെ ആവശ്യം എന്തിനാണ്? ഈ ഒരു പ്രവൃത്തി കാരണം, ഇവളമാരെ പോലുള്ളവരെ കാണിക്കുന്ന ഒരു പ്രവൃത്തി കാരണം നാളെ ഒരു സമയത്ത് ബസ്സിലോ പൊതുസ്ഥലത്തോ എവിടെ വെച്ചെങ്കിലും ഒരു പെൺകുട്ടിയുടെ നേരെ ശരിക്കും ഒരു ലൈംഗിക അതിക്രമം നടന്നു കഴിഞ്ഞാൽ പോലും ആൾക്കാർ അതിനു വേണ്ടി സംസാരിക്കാനോ പ്രതികരിക്കാനോ നിൽക്കത്തില്ല. കാരണം ഇത് ഇപ്പോഴും ഓൾറെഡി 2-3 ഫേക്ക് ന്യൂസുകൾ ഇങ്ങനെ സ്പ്രെഡായി വന്നുകൊണ്ട് ആൾക്കാരത് വിശ്വസിക്കത്തില്ല. ആരും അവർക്ക് സംസാരിക്കാൻ പോകില്ല. ശരിക്കും ഒരു ലൈംഗിക അതിക്രമം നടന്നു കഴിഞ്ഞാൽ പോലും ഇനി ഒരു മനുഷ്യനും തിരിഞ്ഞു പോകുന്നില്ല. ഇവളമാരൊക്കെ കാണിച്ചു ചേർക്കുന്ന കുഴപ്പങ്ങളാണ്. ഈ ഒരു സീരീസ് ഷിംജിതയോടെ കഴിഞ്ഞു എന്ന് വിചാരിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർന്നില്ല. അടുത്ത ഒരെണ്ണം വന്നിട്ടുണ്ട്. പക്ഷെ അതില് ഈ വീഡിയോ എടുക്കണമുള്ള ഫോട്ടോ ഒന്നുമില്ല. അവർക്ക് അവളെ ഫോട്ടോ കാണിക്കണ്ട, അവർക്ക് ഇങ്ങനെ കാണിച്ചാൽ മതി. അതില് പുള്ളിക്കാരെ കൈ ഇങ്ങനെ വെച്ചേക്കുന്നു. പുള്ളി തട്ടുന്നുണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളി മനഃപൂർവ്വം തട്ടുന്നതായിട്ടൊന്നും എനിക്കും തോന്നുന്നില്ല. ബസ് വിളിക്കുന്നതിൻ്റെതായിരിക്കും. പുള്ളി പിന്നെ കൈ അങ്ങനെ വെച്ചേക്കേണ്ട ഉദ്ദേശം എന്താണ് എനിക്ക് എന്നെ വിളിക്കുകയാണെങ്കിൽ ഒതുക്കി വെക്കാം. ചിലപ്പോൾ പുള്ളി ആ വീഡിയോയിൽ പറയുകയാണെങ്കിൽ ഇന്റർനാഷണൽ ചിലപ്പോൾ വെച്ചേക്കുന്നതായിരിക്കും. ചിലപ്പോൾ ബസ്സിന്റെ കേസാണ്, നമുക്ക് ഒരു സൈഡ് വ്യൂ മാത്രമേ കാണുന്നുള്ളൂ ഈ വീഡിയോ ആയിട്ട്. മറ്റേ സൈഡിൽ എങ്ങനെയാണ് പുള്ളിക്ക് എന്തെങ്കിലും ഡിസ്കംഫോർട്ട് ഉണ്ടോ, കൈക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഇതൊന്നും അറിയത്തില്ല. വീഡിയോ എടുക്കുന്നു.
എനിക്ക് ഉള്ളതായിട്ടൊക്കെ ചോദിക്കാനുള്ള ഒരു കേസ്, നിനക്കൊക്കെ ഇതൊക്കെ ഈ സെക്ഷൽ അബ്യൂസ് ആണ് അല്ലെങ്കിൽ ലൈംഗിക അതിക്രമമാണ് ബസ്സിലൊക്കെ ഈ ഇവര് കാണിക്കുന്നത്, നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയുടെ നിന്ന് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നിന്റെയൊക്കെ വായിൽ എന്തിനാണ് പഴം ഉണ്ടായിരിക്കുന്നത്? ഈ വീഡിയോ ഉണ്ടാക്കുന്ന സമയം മതിയല്ലോ, വാ തുറന്ന ബസ്സിൽ അവിടെ വെച്ച് ഷൗട്ട് ചെയ്യാനും പ്രതികരിക്കാനും ഞാൻ വായിൽ നാക്കില്ല, ഈ വീഡിയോ ഉണ്ടാക്കിയാലേ ഉള്ളതുള്ള വാ ഒന്ന് പ്രതികരിക്കണം. എന്നിട്ട് ഡയറക്റ്റ് അവിടെ നിന്ന് ബസ് ഒരു അങ്ങനെ ഒരു വിഷയം ഉണ്ടായി കഴിഞ്ഞാൽ ഒന്നി ബസ് അവിടെ നിർത്തും, ബസ് കിടക്കുന്ന സ്ഥലത്തോട്ട് പോലീസിനെ വിളിച്ചിട്ട് അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലോട്ട് ഡയറക്റ്റ് ബസ് എടുപ്പിക്കും. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇത് കേസ് കൊടുക്കാമല്ലോ. ഇപ്പൊ ഈ വീഡിയോ എടുത്ത് ഇൻസ്റ്റാഗ്രാം അതിൽ വിട്ടാണോ ഉണ്ടാക്കുന്നത്? നീതി കിട്ടാൻ വേണ്ടിയാണ് അത് കാണിക്കുന്നത്. റീച്ച് ഉണ്ടാക്കാൻ തന്നെയല്ല കാണിച്ചു, എല്ലാവരും കാണിച്ചു. നാളെ ഒരു സമയത്ത് ഏതെങ്കിലും ദിവസം ചോദിക്കുന്നതിന് ശരിക്കും ഒരു അബ്യൂസ് നടന്നാൽ പോലും ഒരു മനുഷ്യനും ആണായാലും പെണ്ണായാലും ഒരുത്തരം തിരിഞ്ഞു നോക്കില്ല. കാണിച്ചു, റീച്ച് ഉണ്ടാക്കിക്കും. പിന്നെ അടുത്തതായിട്ട് ഭൂമാഫിയ ചേട്ടൻ, ഒരു ഭൂമാഫിയ ചേട്ടൻ എന്തോ കാണിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഭൂമാഫിയ ചേട്ടൻ ഉത്സവത്തിൽ എവിടെ വെച്ച് പോലീസുകാരുടെ വണ്ടിയിൽ ജീപ്പൊക്കെ കൊണ്ടുവച്ച് ഇടിച്ച് കയറ്റി മാസൊക്കെ ഇട്ട് ഭയങ്കര ഇതായിട്ട് കാണിച്ചായിരുന്നു. വീഡിയോ നിങ്ങൾ കാണിച്ചു തരാം, നിങ്ങൾ സൈഡിൽ കണ്ടോളൂ, കാണിച്ചായിരുന്നു. അതേപോലെ തന്നെ കേരള പോലീസിന്റെ റിപ്ലൈ എടുത്തിട്ട് നല്ല മാസമായിട്ട് വീഡിയോ എടുത്ത് മാസ് BGM ഒക്കെ ആയിട്ട് തന്നെ പൊക്കിയിട്ടുണ്ട്. പൊക്കിയപ്പോ അവനെ അയ്യോ സാറേ പിടിക്കില്ലേ, അയ്യോ അബദ്ധം പറ്റിപ്പോയതാണ്, അങ്ങനെ മാസം കാണിച്ച റീലൊക്കെ ഇട്ട് ഭയങ്കര ഗുണ്ട സെറ്റപ്പായിട്ട് കാണിച്ച് പോലീസ് പിടിച്ച് കൂമ്പിനിട്ടിടിച്ച് പോലീസുകാരെ മണ്ടയ്ക്ക് വരെ കയറി തുടങ്ങി. അപ്പൊ ആ ഒരു റീലിന്റെ താഴെ കമന്റ് സെക്ഷൻ നോക്കിയപ്പോ കമന്റിൽ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, രണ്ടുപേരെ ഇടിച്ചു കൊന്നപ്പോ അവരെ ഇടിച്ചു കൊന്നിട്ട് പോയ ഒരു വണ്ടിക്കാരനെ പിടിക്കാനും ആൾക്കാരെ പിടിക്കാനും ഈ ശുഷ്കാന്തി കാണിച്ചില്ലല്ലോ, പോലീസിനും കിട്ടട്ടെ 2 അവന്മാർക്ക് എന്താ കൊമ്പുണ്ടോ, പോലീസിന് എന്താ കൊമ്പുണ്ടോ എന്നൊക്കെ ഉള്ള കമന്റ് കാര്യങ്ങളൊക്കെ വന്നു. അപ്പോ ഈ ഒരു കമന്റ് ഇതൊക്കെ വായിച്ച് ഇതായതിനു ശേഷം ഞാൻ ഈ വീഡിയോ ചെയ്യാം എന്നുള്ള ഒരു തീരുമാനത്തിനാണ് എത്തിയത്. കാരണം ഞാൻ പറഞ്ഞുതരാം, ഇതിൽ ഒരു മിക്സഡ് ഒപ്പീനിയൻ വെച്ചാണ് ഞാൻ ഈ ഒരു കേസിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ കമന്റ് ഇടുന്ന ചേട്ടന്മാരുടെ കേസ് ഞാൻ പറഞ്ഞുതരാം. എല്ലാ പോലീസുകാരും ഒരേ കണക്കൊന്നുമില്ല. നല്ല ആൾക്കാരും ഉണ്ട്, അഴുത്ത ആൾക്കാരും ഉണ്ട്. അപ്പോ നല്ല ചെയ്യുന്നവരുണ്ട്, കൈക്കൂലിയൊക്കെ വാങ്ങിക്കുന്ന ആൾക്കാരൊക്കെ കാണും. അപ്പൊ നമ്മൾ ഈ ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു സ്ഥലത്തുള്ള ആൾക്കാർ, ഒരു സ്റ്റേഷനിലെ ആൾക്കാർ എന്തെങ്കിലും മോശമാണെന്ന് വെച്ച് ബാക്കിയുള്ളവരെ നമ്മൾ ഈ അവര് എന്തെങ്കിലും ചെയ്യുന്നതിൽ അവരെ ഒന്ന് കളിയാക്കുന്നതോ അല്ലെങ്കിൽ ഈ പോലീസ് ആൾക്കും കിട്ടത്തെന്നൊക്കെ പറഞ്ഞ് സന്തോഷിക്കുന്നത് ഇത്ര നല്ല പരിപാടിയല്ല. ആൻഡ് നിങ്ങൾ പറഞ്ഞൊരു സംഭവം, വണ്ടി ഇടിച്ചിട്ട് ഉള്ള ഒരു കേസ്, ആ വീഡിയോ ഞാൻ കാണിച്ചു തരാം. സംഭവം, ഈ സംഭവം നടക്കുന്ന കിളിമാനൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ്. അത് രണ്ടുപേരും മരിച്ചിട്ടുണ്ട്, ഒരു ഭാര്യയും ഭർത്താവും മരിച്ചിട്ടുണ്ട്. ഈ മരിച്ചു പോകുന്ന അവരുടെ കുടുംബക്കാരുടെ വീഡിയോ ഞാൻ അപ്ലൈ ചെയ്തു തരാം. നമ്മൾ ഈ മണ്ണ് ജനിച്ചു പോയതാണ് നമുക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റ്. ഇവിടെ ജനിച്ച് അളിയൻ ആ വണ്ടി ഇടിച്ച് അടിയിൽ ഇങ്ങനെ ഫ്രണ്ടിൽ ഇരുന്നിട്ട് അളിയെ എണീച്ചിരുന്ന വണ്ടിയിൽ അടിക്കുകയാണ് ചെയ്യുന്നത്. അളിയൻ കൊടുത്ത മൊഴിയുടെ വീഡിയോ വരെ നിങ്ങൾ ഇവിടെ ഉണ്ട്. അവിടെ ആ വീഡിയോയിലും കാണാം, അവിടെ അടിക്കുകയാണ് ചെയ്യുന്നത്. അടിച്ച വണ്ടി എടുക്കല്ലെന്ന് പറഞ്ഞിട്ട് അവർ ഒരു മനസാക്ഷി ഇല്ലാതെ കയറ്റി കൊന്നിട്ട് പോയിട്ട് അവരെ സംരക്ഷിക്കുകയാണ് ഇന്നത്തെ നമ്മൾ അക്ടോമാൻ്റെ പോലീസ് ചെയ്യുന്നത്. നമുക്ക് കൊണ്ട് മാക്സിമം പറ്റുന്നത് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കുക, അതുവരെ കൊടുത്തിട്ട് പോലും ഒരു ഇതും നമുക്ക് നീതി ലഭിക്കുന്നില്ല. അങ്ങനെ സഖികെട്ടാണ് നമ്മൾ ഇന്നലെ ബോഡിയും കൊണ്ട് അവരത് തിന്നട്ടെ, നമ്മളെ കൊണ്ട് അത് അടക്കാനുള്ള ഈ 3 സെന്റേ ഉള്ളൂ, നമുക്ക് അത് അടക്കാനുള്ള നിവൃത്തി പോലും നമ്മുടെ കയ്യിലില്ലായിരുന്നു. അതുകൊണ്ട് അതിനൊരു സാമ്പത്തിക മാർഗം പോലും ഇല്ല. ചികിത്സ ചെലവിനൊക്കെ തോന്നിയ പൈസ ആയിരുന്നു. അങ്ങനെയാണ് നമ്മൾ അത് അവരെ കൊണ്ടുപോയി കത്തിക്കുക, പിന്നെ എന്തെങ്കിലും ചെയ്യട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ അവിടെ കൊണ്ട് വെച്ചു കൊടുത്തത്. അതിന് നമ്മൾക്കെതിരെ കേസ്. നമ്മൾ ഇനി എന്ത് ചെയ്യാൻ? ഇനി നമുക്ക് ഈ കുഞ്ഞുങ്ങൾക്ക് വല്ല വിഷം കൊടുത്ത് നമ്മളും ചാവാനേ പറ്റുള്ളൂ, അല്ലാതെ വേറെ മാർഗം നമ്മളെ കയ്യിലില്ല. സംവിധാനം മൊത്തം അവരെ ഇതാണ്. നമ്മൾ ഈ മണ്ണിൽ ജനിച്ചു പോയതാണ് നമുക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റ്. ആൻഡ് ഞാൻ പറഞ്ഞല്ലോ, ഞാനിപ്പോ ഈ വീഡിയോ എന്റെ ഈ കോലം പോലും അത്ര വൃത്തിയില്ലാതിരുന്നിട്ടും ഇന്ന് വീഡിയോ ചെയ്തേ ചെയ്യണം എന്നുള്ള ഒരു തോന്നല് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിന്റെ കേസ് ഈ ഒരൊറ്റ വീഡിയോ കാണണം. കാരണം ഇത് കിളിമാനൂർ പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽ വരുന്നതാണ്. നമുക്ക് എന്റെ വീടിന്റെ അടുത്തുള്ള സ്ഥലമാണ്. ഞാൻ പഠിച്ചത് കിളിമാനൂർ സ്കൂളിലാണ്. കിളിമാനൂർ പോലീസ് സ്റ്റേഷൻ വരുന്നത് നമുക്ക് അടുത്തറിയാവുന്ന സാറന്മാരൊക്കെ ഉള്ള സ്ഥലമാണ്. അപ്പോ പറഞ്ഞേ പറ്റൂ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വണ്ടി ഇടിച്ചു, ആ താറ് വണ്ടി ഇടിച്ച ശേഷം അവര് ദമ്പതികൾ മരണപ്പെട്ടു. വണ്ടി കൊണ്ട് സ്റ്റേഷൻ പരിധിയിൽ കിടപ്പുണ്ട്. ആ വണ്ടി കത്തിച്ചു. പോലീസുകാർ പറയുന്നു, മെയിൻ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രതിയെ പിടിച്ചിട്ടില്ല കേട്ടോ, വണ്ടി പഠിച്ച ആൾക്കാരെയൊന്നും പിടിച്ചിട്ടില്ല. പിടിച്ചുകൊണ്ട് കൊടുത്ത, അതായത് അതിൽ കൂട്ടത്തിൽ നിന്ന് 2 പേര് ഓടി രക്ഷപ്പെട്ടു, ഒരാളെ കിട്ടിയില്ല. ഒരാളെ പിടിച്ചുകൊണ്ട് കൊടുത്ത ആളിനെ ജാമ്യത്തിൽ വരെ വിട്ടു. ജാമ്യത്തിൽ വിട്ടേ പോലീസുകാര്. ബാക്കി 2 പേരെ ഇതുവരെ പിടിച്ചില്ല. അപ്പൊ അതിന്റെ പ്രതിഷേധത്തിൽ ആരോ വണ്ടി കത്തിച്ചു, നാട്ടുകാരാണ് കത്തിച്ചതെന്ന് അല്ലെങ്കിൽ അവരെ വീട്ടുകാരാണ് കത്തിച്ചതെന്നൊക്കെ പറയുന്നു. എന്താണ് സത്യാവസ്ഥ? ചിലപ്പോ ഈ വണ്ടി ഇടിച്ചോമാരെ തന്നെ കത്തിച്ചതായിരിക്കും, അല്ലെങ്കിൽ ആരെങ്കിലും വിട്ട് നമ്മെ കത്തിച്ചായിരിക്കും, തൊണ്ടി പോലെ നശിപ്പിക്കാനായിട്ട്. എന്നിട്ട് ഈ വണ്ടി കത്തിയപ്പോൾ ഈ ദമ്പതികളുടെ കുടുംബക്കാരുടെ പേരിൽ കേസ് എടുത്തിരുന്നു പോലീസ്. അപ്പോഴും ഈ വണ്ടി ഇടിച്ച് കൊന്ന പ്രതികളെ പിടിച്ചിട്ടില്ല. ചോദിക്കും, ഏതെങ്കിലും വിവരം കേട്ട നായനമ വന്നിട്ട് എന്റെ കമന്റ് ചോദിക്കും, അതിനിപ്പോ പോലീസ് ഇങ്ങനെ കാണിക്കുന്നത് ആദ്യമായിട്ടൊന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കും. പക്ഷേ കിളിമാനൂർ പോലീസ് സ്റ്റേഷന് ഒരു പ്രത്യേകത ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ കിളിമാനൂർ പോലീസ് സ്റ്റേഷനിലെ നമ്മുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കിളിമാനൂർ പോലീസ് സ്റ്റേഷൻ സർക്കിൾ ഡിവിഷനാണ് വരുന്നത്. കിളിമാനൂർ പോലീസ് കിളിമാനൂർ സ്റ്റേഷന്റെ പരിധിയിൽ, അതായത് വളരെ തൊട്ടടുത്തായിട്ട് ഒരു 5 കിലോമീറ്ററിനകത്തായിട്ട് തന്നെ 2 ബാറുകളുണ്ട്. 2 ബാറുകളുണ്ട്. അപ്പോ ഏമാന്മാർ എപ്പോഴും ഇവിടെ കാണും.
ഒരു വണ്ടി ഒരു സൈഡിൽ, ഒരു വണ്ടി വേറെ സൈഡ്, രണ്ട് സൈഡിലോട്ടാണ്. ഒന്ന് വെനാർ റോഡ് പോകുന്ന വഴിയിലോട്ട് ബിവറേജ് ഉണ്ട്, അവിടെ തന്നെ ഒരു ബാറുണ്ട്. ബിവറേജിന്റെ അടുത്തായിട്ട് ബാറുണ്ട്. ഒന്ന് കടക്കിലോട്ട് പോകുന്ന വഴിക്ക് അവിടെ ഒരു ബാറുണ്ട്. അപ്പൊ ഈ രണ്ട് സ്ഥലത്തായിട്ട് പോലീസുകാരന്മാര് വണ്ടിയിൽ ഇങ്ങനെ നിൽക്കും. വണ്ടിയിൽ ഇങ്ങനെ നിന്നിട്ട് ബാറിൽ നിന്ന് ഇറങ്ങി വരുന്ന ബൈക്ക് ഓടിച്ച് വരുന്ന മാമന്മാരെ ഊതിക്കും. അവരുടെ വണ്ടിയുടെ ലൈസൻസ്, അവർക്ക് ലൈസൻസ് ഉണ്ടോ നോക്കും, വണ്ടിക്ക് ബുക്കും പേപ്പർ ഉണ്ടോ നോക്കും, ഇൻഷുറൻസ് ഉണ്ടോ നോക്കും, എല്ലാം നോക്കും. കൂടെ അതുവഴി പോകുന്ന സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരെയും പിടിച്ചു നിർത്തിയതല്ല ചെക്ക് ചെയ്യും. ചെക്ക് ചെയ്യണം, നല്ലതാണ്. നിയമം പാലിക്കുന്നുണ്ടോ ഇല്ലെന്നൊക്കെ അറിയാനായിട്ട് ഹെൽമെറ്റ് ഉണ്ടോ എല്ലാം ചെക്ക് ചെയ്യണം, നല്ലതാണ്. എന്നിട്ട് ഇതൊന്നും ഇല്ല എന്ന് കാണുവാണെന്നുണ്ടെങ്കിൽ ഓൺ ദ സ്പോട്ട് ആളെ വണ്ടി കയറ്റും, കോൺസ്റ്റബിളുമായി ബൈക്ക് എടുക്കും, നേരെ സ്റ്റേഷനിൽ കൊണ്ടുവരും, അടിച്ചടിച്ച് അപ്പോഴപ്പോഴും പെറ്റി അടച്ചു കൊടുക്കും. അല്ലെങ്കിൽ ഇൻഷുറൻസോ പൊല്യൂഷനോ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഇതൊക്കെ എടുത്തതിന് ശേഷം മാത്രമേ വണ്ടി വിട്ടയച്ച് കൊടുക്കുകയുള്ളൂ. ഇൻഷുറൻസ് ഒക്കെ എടുത്തുകൊണ്ട് വന്നതിന് ശേഷം മാത്രമേ വണ്ടി വിട്ടയച്ച് കൊടുക്കുള്ളൂ. അങ്ങനെയാണ്. അത്രയ്ക്ക് ഭയങ്കര വെൽ ഡിസിപ്ലിൻ ആയിട്ട് എല്ലാ നിയമങ്ങളും പാലിച്ചു പോകണം എന്നുള്ള ഒരു രീതിയിൽ, വാഹന നിയമങ്ങൾ എല്ലാവരും പാലിക്കണം എന്നുള്ള രീതിയിൽ നിൽക്കുന്ന നിയമന്മാരാണ് നമ്മളെ കിളിമാനൂർ പോലീസ് സ്റ്റേഷനുള്ളത്. അപ്പൊ രണ്ട് സൈഡിലും ഒക്കെ വണ്ടി എടുത്ത് 24 മണിക്കൂറും പെട്രോളിങ്ങും പെറ്റിയടിയായിട്ട് നടക്കുന്ന ടീമാണ്. ഒരു താറ് ജീപ്പ് വന്ന് ഒരു ദമ്പതികളെ ഇടിച്ച് കൊന്ന് അവര് മരിച്ച് 3 പേരുണ്ടായിരുന്നു. അതിൽ ഒരുത്തനെ പിടിച്ചുകൊണ്ട് കൊടുത്തവനെ ജാമ്യത്തിൽ വിട്ട് 2 പേരെ ഇതുവരെ പിടിക്കാൻ കിളിമാനൂർ പോലീസ് സ്റ്റേഷനിൽ നിയമന്മാർക്ക് പറ്റിയിട്ടില്ല. സാധാരണക്കാരന്മാർ വായ്പ രണ്ടെണ്ണം അടിച്ചിട്ട് വരുമ്പോൾ അവന്മാരെ പിടിച്ച് പെറ്റിയടിക്കാറില്ല. ഏതെങ്കിലും ഒരു ബാബുട്ട് എവിടെയെങ്കിലും തൊട്ടടുത്ത് ഒരു കടയിൽ ഹെൽമെറ്റ് ഇല്ലാതെ പോയി കഴിഞ്ഞാൽ അവനെ പിടിച്ച് പെറ്റിയടിക്കാതെ അവന്റെ വണ്ടി കൊണ്ട് സ്റ്റേഷനിൽ വെക്കാതെ, ഇൻഷുറൻസ് ഇല്ലാതെ അല്ലെങ്കിൽ ഇൻഷുറൻസ് എടുക്കാൻ പോണ വഴിക്ക് പിടിച്ചാലും മതി. ഇൻഷുറൻസ് എടുക്കാൻ പോണ വഴിക്ക് ഒരു ബൈക്ക് ബൈക്ക് കാറാക്കണമെങ്കിൽ ബൈക്ക് തന്നെ പിടിക്കാം. ബൈക്ക് പോയി കഴിഞ്ഞാൽ അവിടെ പിടിച്ചത് ആ വണ്ടി അപ്പൊ സ്റ്റേഷനിൽ കൊണ്ട് ചെല്ലും. എന്നിട്ട് നീ പോയി നടന്നു പോയി ഇൻഷുറൻസ് എടുത്തിട്ട് വാ, എന്നിട്ട് നമുക്ക് വണ്ടി വിട്ടുതരാം, അല്ലെങ്കിൽ പെറ്റി അടച്ചു വിടാം. വണ്ടി എടുത്ത് സ്റ്റേഷനിൽ കൊണ്ടുപോകും. ഒരുത്തനെ ഇടിച്ച് 2 പേരെ ഇടിച്ച് കൊന്ന കാറിലുണ്ടായിരുന്നവന്മാരെ ഇതുവരെ പീച്ചിട്ടില്ല സ്റ്റേഷനിലെ ഏമാന്മാര്. ഭയങ്കര ഏമാന്മാര് കിളിമാനൂർ പോലീസ് സ്റ്റേഷനിൽ വെള്ളം അടിച്ചിട്ട് എണ്ണന്മാരെ പോയി പെറ്റി അടിക്കാറില്ല. കാരണം അങ്ങനെ പൈസ വേണ്ടല്ലേ, ആൾക്കാർ ബുദ്ധിമുട്ടിക്കണല്ലേ. നീതി കിട്ടാനുള്ള ആൾക്കാർക്ക് നീതി കൊടുക്കണ്ടല്ലോ. അല്ല ചുമ്മാ അല്ല ആൾക്കാർ പറയുന്ന യവന്മാർക്ക് 2 കിട്ടട്ടെന്ന് കാണിക്കുന്ന ഇമ്മാതിരി ചുമ്മാ അടിച്ചാലേ. ആകെ 3 സെന്റ് വീടം കണ്ടാണ് ആ 2 പേര് ആ ദമ്പതികൾ താമസിക്കുന്നില്ല. അവരെ ബോഡി അടക്കാൻ പോലും ഉള്ള സൗകര്യം ആ പേരിടത്തിലില്ല. ആ 3 സെന്റ് വീട്ടിലാണ് വീടിരിക്കുന്നത്. ഇങ്ങനെയുള്ളവർക്ക് നീതി പോലും കൊടുക്കില്ല. എന്നിട്ട് ആ വണ്ടി അവന്മാരെ കത്തിച്ചിട്ട് ആ കുടുംബക്കാരെ വലിയ കേസെടുത്തേക്കുന്നത്. ഇതുവരെ ഇടിച്ചവന്മാരെയും വണ്ടി ഓടിച്ചവന്മാരെ ഇടിച്ച് കൊന്നവന്മാരെയും പിടിച്ചിട്ടില്ല. പെറ്റിയടിക്കാൻ അറിയാം, ഇൻഷുറൻസിലേക്ക് വണ്ടി പിടിച്ചോണ്ട് സ്റ്റേഷനിൽ വെക്കാൻ അറിയാം, എല്ലാം അറിയാം, എല്ലാം നല്ലപോലെ അറിയാം. 2 പേരെ ഇടിച്ചു കൊന്നവന്മാരെ ഇതുവരെ പിടിച്ചിട്ടില്ല. വൃത്തിയ പോലീസ്. ഇത് കണ്ട അടുത്തൊരു ചേച്ചി ഇരുന്ന് കരയുകയാണ്. പാവം ചേച്ചി എന്തോ പെട്ടുപോയി കോടതി വരാന്തയിലിരുന്ന് കരയുകയാണ്. എന്ന് വിചാരിക്കണ്ട, സ്വന്തം കൊച്ചിനെ കൊന്നിട്ടാണ് അവളിരുന്ന് ഈ മോങ്ങണ കോടതി വരാന്തയായിരുന്നു. 2026 തുടങ്ങുന്നതേ ഇങ്ങനെയാണ്. പോലീസുകാരുടെ സൈഡിൽ നിന്ന് നീതി കിട്ടുന്നില്ല. പെണ്ണുങ്ങള് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, പെണ്ണുങ്ങളാരെ ആണുങ്ങളായിരിക്കും റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇല്ലാത്ത കേസുകൾ ഉണ്ടാക്കുന്നു. നിയമത്തിന്റെ ലൂപ്പ് ഹോൾ വെച്ചിട്ട് കളിക്കുന്നു. 2026 സ്റ്റാർട്ടിങ് ആണ്. ഇത് രണ്ട് വേറൊരു ബുക്കിൽ അടുത്തത് പറയണം. അതാണ് മെയിൻ സംഭവം. ഈ വർഷം തുടങ്ങി തന്നെ സത്യത്തിൽ പെണ്ണുങ്ങളെ വിശ്വസിക്കാൻ കൊള്ളൂല എന്നുകൊണ്ട് സാധനം പഠിച്ചിടേ. പെണ്ണുങ്ങളെ തന്നെ ഈ ഓരോ ഇതേപോലെ ഓരോരുത്തിമാരൊക്കെ കാണിക്കുന്ന കുഴപ്പമായി വെച്ചിട്ട് പെണ്ണുങ്ങളെ തന്നെ സത്യമാനെ പേടിച്ച് വെർത്തു പോകണം. അങ്ങനത്തെ ഒരു അവസ്ഥയിലോട്ട് കൊണ്ടെത്തിക്കണം. ആണുങ്ങളുടെ ഈ നാട്ടിൽ ഇപ്പൊ സുരക്ഷയില്ല. ഭാഗ്യത്തിന് എന്റെ 2 വണ്ടിയുണ്ട്, ഇത് കുഴപ്പമില്ല, ബസ്സിൽ കയറേണ്ടി വരുന്നില്ല. ഇല്ലാണ്ടെങ്കിൽ എന്റെ ഫോട്ടോയൊക്കെ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും കൊടുത്താണ്. അപ്പൊ അടുത്ത മെയിൻ ആയിട്ടുള്ള സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പറയാനുള്ള ഈഗിൾ ഗെയിമിങ്. പുള്ളിക്കാരനെന്നും പ്രശ്നം, പുള്ളിക്കാരനെ ദ്രോഹിക്കാനായിട്ട് കുറെ അവന്മാരിങ്ങനെ. പുള്ളി ആരുടെയും സ്വകാര്യ ലൈഫിലോ അല്ലെങ്കിൽ കാര്യത്തിലോ പോയി ഇടപെടാൻ നിൽക്കുന്നില്ല. ഗെയിമിംഗ് കമ്മ്യൂണിറ്റി എന്ന് വരുന്ന ഇഷ്യൂസ് ഒരു സൈഡ്, അല്ലാത്ത കുറെ വേറെ. ഇത് ആർക്കാണ് പുള്ളിയുടെ ഇത്രയും കിടന്ന് സത്യം പറഞ്ഞാൽ ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് പുള്ളിക്ക് ഓരോ ഇഷ്യൂസ് വരണമാണെന്ന് പുള്ളിയെ നശിപ്പിക്കാനായിട്ട് ആരോ എന്തോ ചെയ്യുന്നതാണൊക്കെ ഉള്ളൊരു തോട്ടം കരുകണ എനിക്ക് വരണം. ആരും ഇതിന്റെ ബാക്കിൽ നല്ലപോലെ കളിക്കുന്നു എന്നുള്ള പോലെ. അപ്പൊ റീസെന്റ് ആയിട്ട് പുള്ളി ഇട്ടൊരു റീൽ ഞാൻ കാണിച്ചു തരാം. പിന്നെ ഈകളുടെ കാര്യം അത് ഞാൻ വേണ്ട പോലെ അങ്ങനെ കൈകാര്യം ചെയ്യണം. ഒരു ദിവസം കിട്ടും, അവന് കിട്ടുമോ സംശയം. ചിലപ്പോൾ എന്റെ കുഞ്ഞിനെ ചിലപ്പോൾ ഇല്ലാതായി പോയാൽ ആ കുഞ്ഞ് വലുതായിട്ട് ഒരു പുണ്യം ഉണ്ടാക്കാൻ പോകില്ല. ദേവൂട്ടിയല്ലേ പരിപാടിക്കുള്ള പേര്. അത് വലുതായിട്ട് ഒരു പുണ്യം ഉണ്ടാക്കാൻ പോകില്ല. അപ്പോൾ തന്തേ പോലെ വാണം വിടാൻ തന്നെ. അപ്പോൾ അതിനങ്ങ് ഇല്ലാതാക്കി കഴിഞ്ഞാൽ വലിയ ഒരു കുഴപ്പമൊന്നുമില്ല അതിന്. പിന്നെ ഭാര്യ അതിനെ കഴുത്തടത്തിൽ ഞാൻ പോകും വഴിയിൽ കണ്ടില്ല. എത്ര കാലം ഭാര്യനെ വെച്ചോണ്ട് നടക്കും. ഒരു ദിവസം ഭാര്യയുടെ അന്ത്യം എൻ്റെ കൊണ്ട് തന്നെ വേണം പരിപാടി ഉണ്ടാക്കി. അല്ലാണ്ട് ഞാൻ വെച്ചേക്കില്ല. നിനക്ക് നിന്നൊന്നും പറഞ്ഞിട്ട് അറിയാൻ കാര്യമില്ല. നീ ഇരുന്ന് ആസ്വദിച്ചോ. കിട്ടേണ്ടത് എല്ലാവർക്കും
ജനിച്ചിട്ട് 10 മാസം പോലും പ്രായമാകാത്ത എന്റെ കുഞ്ഞിനും എന്റെ വൈഫിനും വന്ന ഒരു ത്രെഡ് മെസ്സേജ് ആണ് നിങ്ങൾ ഞാനിപ്പോൾ ഇതുവരെ കേൾപ്പിച്ചത്. ഈ ഒരു മെസ്സേജിന് പുറകിൽ ഒരു സ്റ്റോറി ഉണ്ട്. ആ സ്റ്റോറി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഒരു 3-4 മാസം മുമ്പ് ഞാൻ ടെലഗ്രാമിലെ ഈ ഡീപ് ഫേക്ക് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ എക്സ്ട്രീം പോൺ വീഡിയോസ് ഷെയർ ചെയ്യുന്ന ഗ്രൂപ്പ്സിനെ പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോയിൽ ശരിക്കും പറഞ്ഞ ഈ വീഡിയോയിൽ നമ്മുടെ നാട്ടിലെ ചെറിയ കുട്ടികൾ തൊട്ട്, അതായത് നിങ്ങൾക്ക് ആരെയാണോ അങ്ങനെ കാണേണ്ടത്, നേക്കഡായിട്ട് കാണേണ്ടത്, അവരുടെ ഫോട്ടോസ് അവിടെ കൊണ്ട് അയച്ചു കൊടുത്താൽ അത് മാറ്റി പോസ്റ്റ് ചെയ്ത് എൻജോയ് ചെയ്യുന്ന സെക്ഷൽ പെർവേർട്ടുകളുടെ ഗ്രൂപ്പിന്റെ കാര്യം ഞാൻ എക്സ്പോസ് ചെയ്തതിന്റെ അന്ന് തൊട്ട് എനിക്ക് മൾട്ടിപ്പിൾ മെസ്സേജുകൾ വരാൻ തുടങ്ങി. ഇത് ഞാൻ എക്സ്പോസ് ചെയ്യാൻ മാത്രമല്ല ചെയ്തത്, ഞാൻ പകരം ഇത് എന്നെ കൊണ്ട് അറിയുന്ന എനിക്കറിയാവുന്ന ആൾക്കാരുടെ ഫോട്ടോസ് അതിലുള്ളത് ആൾക്കാരെ എല്ലാം വെച്ചിട്ട് ഞാൻ സൈബറിലേക്ക് ഒരു പരാതി ഫോർവേഡ് ചെയ്തായിരുന്നു. ആ വീഡിയോ ചെയ്തതിന് ശേഷം എനിക്ക് വരാൻ തുടങ്ങിയിട്ട് എനിക്ക് കുറെ ഫേക്ക് അക്കൗണ്ടിൽ നിന്ന് നിനക്ക് ഞങ്ങൾ ടെലഗ്രാം ഗ്രൂപ്പ് വരെ ഒന്നും ചെയ്യാൻ പറ്റില്ല, ടെലഗ്രാമിന് അതിന് ഐഡന്റിറ്റി കണ്ടുപിടിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റില്ല, നീ പറ്റുന്നത് ചെയ്യുന്നൊക്കെ പറഞ്ഞ് മൾട്ടിപ്പിൾ ഫേക്ക് അക്കൗണ്ടിൽ നിന്ന് എനിക്ക് മെസ്സേജുകൾ വരാൻ തുടങ്ങി. സോ ഞാനിത് ആദ്യം വലുതായിട്ട് കാര്യമായിട്ട് എടുത്തില്ല. ഞാനിത് കാരണം എല്ലാവർക്കും റിപ്ലൈ കൊടുത്ത് നമുക്ക് അതിന്റെ പുറകെ പോകാനുള്ള ഇതില്ല, കാരണം എല്ലാം ഫേക്ക് അക്കൗണ്ട്സ്. അപ്പോൾ ഞാൻ ഈ ഒരു പർട്ടിക്കുലർ മാറ്ററിനെ പറ്റി സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ കുറെ ബുള്ളിങ് എനിക്ക് അന്ന് വന്നു തുടങ്ങിയായിരുന്നു. അപ്പോൾ അങ്ങനെ ഇതൊരു 3-4 മാസം മുമ്പ് നടക്കുന്ന സംഭവം. അത് കഴിഞ്ഞപ്പോഴത്തേക്കിന് ഒരു മാസം മുമ്പ് ഞാൻ നോക്കിയപ്പോൾ ഞാൻ ഒരു പർട്ടിക്കുലർ അക്കൗണ്ട് എല്ലാ കോണ്ടന്റ് ക്രിയേറ്റേഴ്സിന്റെ കമന്റ് സെക്ഷനിലും എന്റെ വീഡിയോസിലും എന്റെ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസിലും എല്ലാത്തിലും പോയി കമന്റ് ചെയ്യാൻ തുടങ്ങുന്നു. അതായത് എന്റെ വൈഫിനും വേറൊരു റെപ്യൂട്ടഡ് സ്ട്രീമറിനും തമ്മിൽ അവിഹിതമുണ്ട്, അതാണ് ഇതാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കമന്റ് ഇടാനേ തുടങ്ങി. അപ്പം ഒരു പർട്ടിക്കുലർ ടൈം കഴിഞ്ഞപ്പോൾ എനിക്കും ആദ്യം ഞങ്ങളിത് ഓക്കെ ഇവൻ ഇന്ന് പറഞ്ഞ് അത് വിട്ടു എന്നുള്ള രീതിയിൽ നമ്മൾ ആദ്യം പ്രൊഫൈൽ എടുത്ത് നോക്കിയാണ് വിട്ട്. പിന്നെ ഇത് മൾട്ടിപ്പിൾ ആയിട്ട് ഇങ്ങനെ വരാൻ തുടങ്ങിയപ്പോഴത്തേക്കിന് എനിക്കും അവർക്ക് ഇത് ഡിസ്റ്റർബൻസ് തുടങ്ങി. സോ നമുക്ക് ഇതിനെ കണ്ടുപിടിക്കണമായിരുന്നു. അങ്ങനെ നമ്മൾ ഇതിലേക്ക് ഇറങ്ങിയപ്പോഴാണ് ഇവന്റെ പ്രൊഫൈൽ വഴി ഇവന്റെ ഒരു കൂട്ടുകാരനുമായിട്ട് നമുക്ക് കോൺടാക്ട് കിട്ടി. ഈ കോൺടാക്ട് കിട്ടിയ കൂട്ടുകാരനും എന്റെ അടുത്ത് നമ്മൾ ഈ കാര്യങ്ങൾ പറഞ്ഞപ്പം അവൻ തന്നെ നമ്മുടെ അടുത്ത് പറഞ്ഞു, ബ്രോ ഇത് ഒരു വട്ടമല്ല മൾട്ടിപ്പിൾ ടൈംസ് ഇവന്റെ സൈഡിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്, ഇതിന് മുമ്പ് ഇങ്ങനത്തെ കേസസ് ഇവന്റെ പേരിലുണ്ടെന്ന് പറഞ്ഞിട്ട് ഇതാക്കി. അങ്ങനെ അവന്റെ അച്ഛന്റെ നമ്പർ നമുക്ക് തന്നു. ഞാൻ പുള്ളിയെ വിളിച്ച് സംസാരിച്ചപ്പോൾ പുള്ളി ഞാൻ നോക്കട്ടെ ചോദിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്തിട്ട് പോയി. പിന്നെ ഇവന്റെ നമ്പർ നമുക്ക് കിട്ടി. ഇവന്റെ നമ്പർ കിട്ടിയപ്പോൾ നമ്മൾ ഇവനെ വിളിച്ചപ്പം ഇവൻ ആദ്യം കുറ്റം സമ്മതിക്കുക, ഇവൻ സമ്മതിക്കത്തില്ല, ഇവനാണ് ചെയ്തതെന്ന് സമ്മതിക്കുന്നില്ല. പക്ഷേ കുറച്ച് അങ്ങോട്ട് കഴിഞ്ഞ് സംസാരിച്ച് കഴിഞ്ഞ് നമ്മൾ ലീഗലി മൂവ് ചെയ്യുവാണ് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കിന് അവൻ കുറ്റം സമ്മതിച്ച് അവൻ അന്നേരം എന്താ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഇതാക്കി. അവൻ ആർക്കോ വേണ്ടി കുറ്റം സമ്മതിക്കുന്നത് പോലെ ഞങ്ങളുടെ അടുത്ത് ഭയങ്കര ചാടി കയറി സംസാരിക്കുക, അങ്ങനത്തെ സാധനങ്ങൾ എല്ലാം ഇതെല്ലാം ഞാൻ വീഡിയോ ആയിട്ട് പ്രൂഫായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനത്തെ ഒരു രീതിയിൽ സംസാരിച്ചപ്പോഴത്തേക്കിന് ഇവൻ ഇത്രയൊക്കെ ചെയ്ത് കൂട്ടിയിട്ടും ഈ ഒരു അഹങ്കാരം സ്റ്റാൻഡിൽ നിൽക്കുന്നത് കണ്ടപ്പോൾ നമ്മൾ ഇവന്റെ തനിക്കുടം എടുത്ത് റിവീൽ ചെയ്തപ്പം ഇവന്റെ ഫോട്ടോയും ഇവന്റെ ഐഡന്റിറ്റിയും ബാക്കി കാര്യങ്ങളൊക്കെ റിവീൽ ചെയ്തപ്പോഴത്തേക്കിന് ഇവന് ഈ പരിപാടി മുന്നോട്ട് കൊണ്ടുപോയി ഇവന്റെ നാട്ടിൽ വെച്ച് പറ്റുന്നില്ല. അങ്ങനെ പാലക്കാട് ഉണ്ടായിരുന്ന ഇവൻ നേരെ ട്രിവാൻഡ്രത്തോട്ട് മൂവ് ചെയ്ത്. ട്രിവാൻഡ്രത്താണ് ഇപ്പൊ ഇവൻ കറന്റ് ഉള്ളത്. ഇവന്റെ പേരിൽ ട്രിവാൻഡ്രത്തും കുറെ കേസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത്. ഒന്നാമത്തെ കാര്യം. ആൻഡ് ഇതായിരുന്നു ഈ ഒരു റിവെഞ്ച് സ്റ്റോറിയുടെ സ്റ്റാർട്ട്. അതായത് നമ്മൾ ഇവനൊരു പോക്കത്തരം കാണിച്ചത് നമ്മൾ റിവീൽ ചെയ്തതാണ് നമ്മൾ ചെയ്ത തെറ്റ്. അതായത് ഞാൻ ഇപ്പൊ ചെയ്തിരിക്കുന്ന തെറ്റ്. അതിൽ ഞാൻ എന്താ ഇപ്പൊ ട്രിഗർ ആയിരിക്കുന്നത് പറഞ്ഞാൽ, ഞാൻ ഈ ഫോട്ടോ ഞാനൊന്ന് പോസ്റ്റ് ചെയ്ത സമയത്ത് സീക്രട്ട് ഏജന്റ് അതിനെ എടുത്ത് വീഡിയോ ചെയ്ത സമയത്ത് വീഡിയോയിൽ അവന് മാനസിക രോഗി എന്ന് വിളിച്ചതാണ് അവന് ട്രിഗർ ആയത്. അതുകൊണ്ടാണ് അവനിപ്പോൾ അതിന്റെ റിവെഞ്ച് ആണ് എന്നോട് തീർക്കാനുള്ളത്, അതിന്റെ കുഞ്ഞിന്റെ വൈഫിനെ നേരെ കൊണ്ടുവരുന്നതാണ് അവൻ കോൺഫിഡന്റ് ആയിട്ട് അവൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. ഇതെല്ലാം സ്റ്റാർട്ട് ചെയ്തത് ഈ ഒരു ടെലഗ്രാം ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഈ ഒരു കമ്മ്യൂണിറ്റിയെ പറഞ്ഞു എന്നുള്ള രീതിയിൽ തൊട്ട് തുടങ്ങിയതാണ്. ഇതുവരെ ഞാൻ അവനോട് ചോദിച്ചപ്പോൾ അതല്ലാതെ അവന് വേറെ ഒരു പേഴ്സണൽ വെഞ്ചലൻസ് എന്നോട് വരാൻ വേണ്ടിയിട്ട് ഇത് ഫസ്റ്റ് ഇൻസിഡന്റിനും അതിന്റെ മുമ്പത്തെ ഒന്നും അവന് ഞാനോട് യാതൊരു പ്രശ്നവുമില്ല. ഇതായിരുന്നു എല്ലാത്തിന്റെയും സ്റ്റാർട്ട്. സോ ഇപ്പം ഈ ഒരു സാധനം നമ്മൾ വീട്ടിൽ കണ്ടുപിടിച്ച് ഇവനാണ് എന്നുള്ള കാര്യത്തിൽ കൺഫർമേഷൻ വന്ന സമയത്ത് ഇവനെ നമ്മൾ വീഡിയോ കോൾ വരെ ഞാൻ ഇവനെ കൊണ്ട് കോൾ എടുപ്പിച്ച് ഇവന്റെ എല്ലാ പ്രൂഫും ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഇത് ഞാൻ വെറുതെ കഴിച്ച് എല്ലാ വട്ടം കുറെ വട്ടം നമ്മൾ ഇങ്ങനത്തെ കുറെ ആൾക്കാരെ വെറുതെ വിട്ടിട്ടുണ്ട്. വെറുതെ ഒന്നും പറയാതെയും ഒന്നും ഇതാക്കാതെയും വെറുതെ വിട്ടിട്ടുണ്ട്. പക്ഷേ ഈ വട്ടം അങ്ങനെ ആയിരിക്കത്തില്ല. ഈ വട്ടം ഞാൻ ഇൻക്ലൂഡിംഗ് ഒരു ബഞ്ച് ഓഫ് ഒരു ലിസ്റ്റ് ഓഫ് ടെലഗ്രാം ഗ്രൂപ്പ്സിന്റെ ലിങ്കും എല്ലാം ഓൾറെഡി ഞാൻ എല്ലാം ഫോർവേഡ് ചെയ്തെല്ലാം ഒരു കംപ്ലൈന്റ് ഫയൽ ചെയ്തിട്ടുണ്ട്. അതിന്റെ പോലെ തന്നെ ഇത് വധഭീഷണി അടക്കം ഞാൻ എല്ലാത്തിനും ഇതിനൊരു കേസ് ഫയൽ ചെയ്ത് ഇതാക്കി വെച്ചിട്ടുണ്ട്. ഈ വട്ടം ഞാൻ ഇതിനകത്ത് വെറുതെ വിടാൻ പോകുന്നില്ല. പിന്നെ ഞാൻ ഒരു കാര്യം എനിക്ക് ഇപ്പോഴും ഉറപ്പാണ്, അവനോടൊന്ന് ക്ഷമിച്ചുകൂടായിരുന്നു എന്ന് പറഞ്ഞ് അവനെ ന്യായീകരിക്കുന്ന ആൾക്കാർ വരെ ഈ കമന്റ് സെക്ഷനിൽ ഉണ്ടാവും എന്ന് എനിക്ക് 100% ഉറപ്പാണ്. നിനക്കൊക്കെ വേണ്ടപ്പെട്ടവർക്കും നിനക്കൊക്കെ വേണ്ടുന്ന ആൾക്കാർക്കും ഈ ഒരു സിറ്റുവേഷൻ വരുന്നത് വരെ നിങ്ങൾക്ക് ആർക്കും അതൊന്നും അത്രയ്ക്ക് സീരിയസ് ആയിട്ട് വരത്തില്ല. പിന്നെ നിങ്ങൾക്കൊക്കെ ഒരു വിചാരം ഉണ്ടെങ്കിൽ, അതായത് നീയൊക്കെ സോഷ്യൽ മീഡിയയിൽ ഫോട്ടോ പോസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് അല്ലെങ്കിൽ സെലിബ്രിറ്റി അല്ലെങ്കിൽ ഈ ഒരു ഇതിലൊക്കെ വരുന്നതുകൊണ്ടല്ലേ നിന്റെയൊക്കെ ഇതൊക്കെ ഇടുന്നത്, വെറും തെറ്റിദ്ധാരണയാണ്. നിന്റെയൊക്കെ ഏതൊക്കെ വീട്ടിലുള്ളവന്മാർ സ്വന്തം ഇതുവരെ ഒരു സോഷ്യൽ മീഡിയയിൽ പോലും അപ്ലോഡ് ചെയ്യാത്ത ഫോട്ടോ ഇതെന്റെ അമ്മയാണ് ഇതെന്റെ പെങ്ങളാണെന്ന് പറഞ്ഞ് ആ ഗ്രൂപ്പിനകത്ത് പോസ്റ്റ് ചെയ്ത് DPI വെച്ചിട്ട് അതിന്റെ നേക്കഡ് വീഡിയോയ്ക്കും ഫോട്ടോയ്ക്കും വേണ്ടി റിക്വസ്റ്റ് ചെയ്യുന്ന പിള്ളേരുള്ള ഗ്രൂപ്പ് ഉണ്ട്. ഇത് ഞാൻ എല്ലാ ഡീറ്റെയിൽസും എല്ലാ തെളിവുമായിട്ട് ഞാൻ സൈബറിലും ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെയൊക്കെ വിചാരം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്ന ഫോട്ടോസ് മാത്രമാണ് ഇങ്ങനെ വരുന്നതെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ വെറും തെറ്റാണ്. അങ്ങനെയല്ല, ഇത് അയച്ചു കൊടുക്കാൻ ഇത് നമ്മുടെ കൂട്ടത്തിൽ ആരാണ് ഇത്രയും സെക്ഷലി ഫ്രസ്ട്രേറ്റഡ് എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്ത സാഹചര്യം. അതുകൊണ്ട് മാത്രം ഞാൻ പറയാണ്, നിങ്ങൾ ഇത് ഫേസ് ചെയ്യുന്നത് വരെ നിങ്ങൾക്ക് ഇത് ചിലപ്പോൾ തമാശയായിരിക്കും. ഈ വട്ടം ഞാൻ ഇത് എന്തായാലും വെറുതെ വിടാൻ പോകുന്നില്ല. ഇത് എന്നെ കൊണ്ട് എക്സ്ട്രീം എവിടെ വരെ പോകാൻ പറ്റുമോ, എന്റെ ഈ ഒരു കേസിനും ഇതിന് വേണ്ടിയിട്ട് ഏതറ്റം വരെ പോകാൻ പറ്റുമോ ആ അറ്റം വരെ ഞാൻ പോകും. അതിലൊരു സംശയമില്ല, അതിലൊരു മാറ്റമില്ല. ഇതിന് എനിക്ക് വേണ്ടുന്ന നീതി ഞാൻ മേടിച്ചെടുത്തിരിക്കും. അതിന് ആരാണെങ്കിലും എന്താണെങ്കിലും ഞാൻ എത്ര എക്സ്ട്രീം വരെ എന്നെ കൊണ്ട് പോകാൻ പറ്റുമോ അത്രയും വരെ ഞാൻ പോയിരിക്കും. അപ്പോ റീലില് പണ്ട് ഇതേപോലെ ഒരു പരിപാടി കാണിച്ചു, പുള്ളി എക്സ്പോസ് ചെയ്തു, വെറുതെ ഇന്ന് അവർ റിവഞ്ച് ഉണ്ടാക്കാൻ നടക്കുകയാണ്. അവർ കാണിച്ച തെണ്ടിത്തരം തെമ്മാടിത്തരം ഒന്നും വിഷയമല്ല. റിവഞ്ച് ഉണ്ടാക്കാൻ നടക്കുകയാണ്. 1 വയസ്സാവാത്ത പുള്ളിയുടെ കൊച്ചിനെ അവരെ കൊന്നുകളയെന്നൊക്കെയാണ് പറയുന്നത്. പാലക്കാട് നിന്ന് ട്രിവാൻഡ്രത്തോടെയാണ് വന്ന് നിൽക്കുന്നത്. ഞാൻ ഈ ട്രിവാൻഡ്രത്ത് പല സ്ഥലത്തായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകണ്ട. ഒന്നാട് ഇപ്പൊ നല്ല ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് നടക്കുകയാണ്. എന്റെ മുമ്പെല്ലാം വന്ന് കയറി കഴിഞ്ഞാൽ എവനെ കിട്ടി കഴിഞ്ഞാൽ കൊടുക്കഴിഞ്ഞാൽ ചവിട്ടിയാൽ കളയും. അത് പിന്നെ അതിന്റെ എവരെ കാരണം വന്നിട്ട്
സ്റ്റേഷനിൽ പോയെന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഒക്കെ ഒന്ന് ഇറക്കിക്കോളും. ഇതേപോലുള്ള ബന്ധമില്ലാത്തവന്മാരെ കടിച്ചു വന്നിട്ട് ഞാൻ ഇവൻ ഈ അറ്റിക്ക ചിറങ്ങിൻ്റെ ആ ഭാഗത്ത് എവിടെയെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നാലെ മോനെ സ്വിഗ്ഗി ആ സമയത്ത് എന്തെങ്കിലും കൊണ്ട് ഓർഡർ പോകുന്ന സമയത്ത് വല്ല നിന്ന് എല്ലാം കൈ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ഞാൻ കിടക്കും. വേറെ കേസ് അത്രയൊക്കെ മതി എനിക്ക്. അപ്പോൾ മെയിനായിട്ട് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇഷ്യൂസ് പുള്ളിക്ക് വന്ന ഇഷ്യൂസും കാര്യങ്ങളെല്ലാം പുള്ളി ഈഗൽ ഗെയിമിംഗ് പുള്ളി നോക്കിക്കോളും. എനിക്കിതിൽ പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ പുള്ളി പറഞ്ഞ നമ്മൾ ഇൻസ്റ്റയിൽ ഇടുന്ന ഫോട്ടോസും കാര്യങ്ങളും അതിലൊന്നും ഒരു കാര്യമില്ല. എന്നാൽ അങ്ങനെയല്ല സംഭവം. കേൾക്കുമ്പോൾ 90s വൈബുള്ള അമ്മാവൻ പറഞ്ഞൊക്കെ ഇരിക്കും. അമ്മാവന്ന് സ്വന്തമായി ഒന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. പക്ഷെ പറയാനുള്ള കാര്യം പറയണമല്ലോ. അപ്പൊ പറയാനുള്ള സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആകെ പെണ്ണുങ്ങളെടുത്താണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കേട്ടാൽ മതി, വേണമെങ്കിൽ കേൾക്കണ്ട. എനിക്കൊരു കുഴപ്പമില്ല. എന്റെ POV ഞാൻ പറയണതാണ്. നിങ്ങൾക്ക് പണ്ടൊരു ആ സമയത്ത് നമ്മളെല്ലാം പ്രൈവറ്റ് അക്കൗണ്ട് ആയിരുന്നു. ഇപ്പൊ കുറെ കണ്ണാണ് പ്രൈവറ്റ് മാറ്റിയിട്ടുണ്ട്. കുറെ ഒരു 80% ഓളം ടീംസും ഒക്കെ അങ്ങ് പ്രൈവറ്റ് മാറ്റിയിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ. എന്നിട്ട് എന്ത് ചെയ്യും? തിന്നാൻ പോണത്, കുടിക്കാൻ പോണത്, അവിടെ പോണത്, ഇവിടെ പോണത്, എന്നിട്ട് ഇവിടെ ഇതിങ്ങനെ ഒരു തുറന്നിട്ടിട്ട് ഇങ്ങനെയൊക്കെ ഇട്ട് ഇവിടെ ക്ലീവേജ് കാണിപ്പ്, എന്നിട്ട് അതെടുത്ത് ഹൈലൈറ്റ് ഇടക്കം, സ്റ്റോറി ഇടക്കം, എന്നിട്ട് കൂടെ പഠിക്കുന്ന അല്ലെങ്കിൽ അറിയാവുന്ന ഒരു ദിവസം മുമ്പ് ഒരു ദിവസം ഇൻസ്റ്റയിലെല്ലാം ചാറ്റ് ചെയ്തവനായിരിക്കും. അവൻ എല്ലാ എണ്ണത്തിനും പിടിച്ചാണ് മെൻഷൻ പഠിക്കും. ഇത് മെൻഷൻ അടിച്ച് ഹൈലൈറ്റിലും അല്ലെങ്കിൽ പോസ്റ്റ് ഒക്കെ ഇങ്ങനെ വെണ്ട ക്യാഷത്തി ഇടും. എന്നിട്ട് പ്രൈവറ്റ് ആക്കി ഇടുമ്പോൾ ഓരോ മാമന്മാര്, ഓരോ നരമ്പന്മാര്, ഓരോ തന്തയില്ലാത്തമാരൊന്ന് ഫോളോ ചെയ്യും. അപ്പൊ വന്ന് ഫോളോ ചെയ്യുന്ന സമയത്ത് ഇവിടെ ആരെ ലുക്ക് കണ്ടിട്ട് അല്ലെങ്കിൽ കോയിൻ കിട്ടുന്നതാണ് മറ്റാണ് മറിച്ചത്. അപ്പൊ പറഞ്ഞുതരാം, ലുക്ക് ഉണ്ട് അങ്ങനെ ഇങ്ങനെ മറ്റേത് മറിച്ചതാണ്. അയ്യോ നമ്മളെ കണ്ട് ക്രഷ് അടിക്കാൻ അണ്ണന്മാരൊന്ന് ഫോളോ ചെയ്യണമെന്ന് പറയും. ക്രഷ് അടിക്കാനൊന്നും ആയിരിക്കില്ല, കടപ്പ് വെക്കാനായിരിക്കും. കാരണം ഈ ഫോട്ടോ എടുത്തോണ്ട് വന്നിട്ട് ഈ എടുക്കുന്ന ഫോട്ടോസ് ഉണ്ടല്ലോ നേരെ കൊണ്ട് ടെലിഗ്രാം ഇടും. ടെലിഗ്രാം അല്ലെന്നുണ്ടെങ്കിൽ എയുടെ ഒരുപാട് ആപ്പുകളുണ്ട്. ഞാൻ ഇപ്പൊ പഠിക്കുന്ന എയുടെ ഒരു കോഴ്സ് ഉണ്ട്. എയുടെ ഒരു കോഴ്സ് അതിന്റെ ബേസിക് ഒക്കെയാണ് ഞാൻ പഠിക്കുന്നത്. അപ്പൊ ഈ ഏതൊക്കെ ആപ്പിൽ എങ്ങനെയൊക്കെ ഇട്ട് ഇതാക്കി കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ വരും എന്നുള്ള ചെറിയ ബോധം എനിക്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. കൊണ്ടുപോയി അതിനകത്ത് തള്ളിക്കൊടുക്കും, ഇങ്ങനെ കിട്ടും മോഡിഫൈ ചെയ്ത ഫോട്ടോ. എന്നിട്ട് ഇതൊക്കെ ടെലിഗ്രാം ഗ്രൂപ്പിൽ വിൽക്കും. ഇപ്പൊ ഈഗിൾ ഗെയിമിങ്, ബ്രൈറ്റ് ഫോക്സ്, കപ്പ് കേക്ക് ഗെയിമിംഗ്, അലീന, ഇവരെയൊക്കെ സംഭവങ്ങൾ ഇതേപോലെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഫേക്ക് മോഡിഫൈ ചെയ്ത സാധനങ്ങളൊക്കെ ലീക്ക് ആകുമ്പോൾ ഇവരെ അറിയുന്നത് എന്തുകൊണ്ടാണ്? ഇവർ ഫേമസ് ആണ്, സെലിബ്രിറ്റീസ് ആണ്, ഇവര് ഫേമസ് ആണ്, ഇവർ ഇൻഫ്ലുവൻസേഴ്സ് ആണ്. അപ്പൊ ഇവരുടെ കാര്യങ്ങൾ ഇങ്ങനെ ലീക്ക് എന്തെങ്കിലും കാര്യമായിട്ട് അത് ഏതെങ്കിലും വഴി ഇവരറിയും. ഇവർക്ക് അതിനുള്ള നടപടി അവർ ചെയ്യും. അവർ ലോ നോക്കും, ലോ ആൻഡ് ഓർഡർ നോക്കും. അവർ നിയമപരമായിട്ട് അതിനെതിരെ നീങ്ങും, ആളെ പിടിക്കും, തപ്പും. ഈ സാധാരണ പെമ്പിളർ നിങ്ങളെടുത്താണ് ചോദിക്കുന്നത്. നിങ്ങൾ ഇതേപോലെയൊക്കെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എവനെങ്കിലും എവിടെയെങ്കിലും എടുത്തുകൊണ്ട് പോയി ഏതെങ്കിലും ആപ്പിലൊക്കെ ഇട്ടിട്ട് മോഡിഫൈ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ അറിയും? അതാണ് എൻ്റെ ഞാൻ ചോദിക്കുന്ന ചോദ്യം. നിങ്ങളുടെ അക്കൗണ്ട് നിങ്ങളുടെ ഇഷ്ടം കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. പ്രൈവറ്റ് ആക്കണോ പബ്ലിക് ആക്കണോ അതും ഇല്ല, നിങ്ങളുടെ ഇഷ്ടം. തന്തായി വേണമെന്ന് പറഞ്ഞാലും കുഴപ്പമില്ല, എനിക്കിട്ട് തേങ്ങയില്ല, പറയാനുള്ള ഞാൻ പറയും. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷെ അറ്റ്ലീസ്റ്റ് അറിയാത്ത ആൾക്കാരെ ഫോളോവേഴ്സ് ലിസ്റ്റിൽ ഇടാതിരിക്കുക. നിങ്ങൾ ഇൻഫ്ലുവൻസറോ കണ്ടന്റ് ക്രിയേറ്ററോ ഒക്കെ ആവണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ വരുന്ന ആൾക്കാരെ ഫോളോ കാര്യങ്ങൾ കിട്ടും. അല്ല നിങ്ങളൊരു പ്രൈവറ്റ് സെൽഫായിട്ട് ഒരു അക്കൗണ്ട് കൊണ്ടുപോകാനാണ്, ഒരു പേഴ്സണൽ അക്കൗണ്ടായിട്ട് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അറിയാവുന്ന ആൾക്കാരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ അറിയാത്ത ആൾക്കാരെ ഫോളോവേഴ്സ് ലിസ്റ്റിൽ നിന്ന് എടുത്ത് കളാ. നിങ്ങൾ ഇടുന്ന സാധനങ്ങൾ, നിങ്ങളുടെ മൊമെന്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പിന്നീട് എടുത്ത് നോക്കാനൊക്കെ ആയിരിക്കും നിങ്ങൾ ഹൈലൈറ്റ് ഇടുന്നതും സ്റ്റോറി ഇടുന്നതും സ്റ്റാറ്റസ് ഇടുന്നതും പോസ്റ്റ് ഇടുന്നതും ഒക്കെ. പക്ഷെ അത് മിസ്യൂസ് ചെയ്യുന്ന ആൾക്കാർ ഒരുപാടുണ്ട്. അതിനടുത്തോണ്ട് കൊണ്ടുപോയി മിസ്യൂസ് ചെയ്യും. ലാസ്റ്റ് പണിയിട്ട് കഴിഞ്ഞാൽ അതിന്റെ പുറകെ പോകാൻ പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടെലിഗ്രാമിന്റെ ഒരു ID വെച്ചൊന്നും പ്രയോഗിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഭയങ്കര ഹോൾഡുള്ള ആൾക്കാർക്ക് വരെ കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇടുന്ന ഫോട്ടോസ്, പോസ്റ്റ്, സ്റ്റോറി, ഹൈലൈറ്റ്, നിങ്ങളെ പ്രൈവറ്റ് അല്ല, നിങ്ങളെ ഫോട്ടോസ് കാര്യങ്ങൾ ഇതൊന്നും നിങ്ങൾക്ക് അറിയാത്ത ഒരാളുടെ അല്ലെങ്കിൽ മറ്റൊരാളുടെ കയ്യിലോട്ട് പോകുന്നില്ല എന്ന് ഉറപ്പ് നിങ്ങൾ തന്നെ വരുത്തുക. ആൻഡ് മെയിനായിട്ട് അടുത്ത സംഭവം ഒരു കാര്യം പറയാണ്ട്, സ്നാപ്ചാറ്റിലെ സ്നാപ്പ് ഉണ്ടാക്കൽ പറയാവുന്നതാണ്. തിന്നുന്നത് സ്നാപ്പ്, കുടിക്കുന്നത് സ്നാപ്പ്, കുളിക്കുന്നത് സ്നാപ്പ്, ഉറങ്ങുന്നത് സ്നാപ്പ്, തുണി വാങ്ങുന്നത് സ്നാപ്പ്, എല്ലാം എടുത്തിട്ട് ഇതേപോലെ എവിടെയാ കിടക്കുന്ന മ്യൂച്വലിൽ കിടക്കുന്ന അല്ലെങ്കിൽ മ്യൂച്വലിൽ കിടക്കുന്നവരെ വരെ ഫ്രണ്ട്സാക്കി ഇടുന്ന, പരിചയമില്ലാത്ത ആൾക്കാരെ വരെ ഫ്രണ്ട്സാക്കി ഇടുന്നത്. എന്റെ കിടപ്പുണ്ട്, എനിക്ക് ആരെന്ത് പോലും അങ്ങനത്തെ കുറെ ഫ്രണ്ട്സ് സ്നാപ്പിൽ. ഞാൻ സ്നാപ്പ് അയക്കും. ആട്ടിലൊരിക്കൽ കയറിയിട്ട് വല്ല വയല പൂവ അല്ലെങ്കിൽ അതെങ്കിലും ഒരു വണ്ടിയൊക്കെ കണ്ട് എന്നെ എടുത്തിട്ട് സ്നാപ്പ് എടുക്കും, അയക്കൂല. ഞാനും ഒന്നാളുടെ കൂട്ടുകാരന്മാർക്ക് അയച്ചാലേ. പക്ഷെ എപ്പോഴും എന്നെ അതിനോടത്തെ കംപ്ലൈന്റ് തന്നെ സ്നാപ്ചാറ്റിൽ എന്റെ ഫ്രണ്ട്സാണ്. തിന്നാൻ പോണ പ്ലേറ്റിന്റെ പടം, ഫോർക്കിന്റെ പടം, ഫാൻ കറങ്ങണത്, ഇതൊക്കെ ഇതേപോലെ പലമാരുണ്ട്. ഈ തുണി എടുത്തിട്ട് ഡ്രസ്സ് എടുക്കാൻ പോയി ഡ്രസ്സിംഗ് റൂമിലേക്ക് എന്നിട്ട് മിറർ സെൽഫി ഉണ്ടാക്കല്, അത് ഇത് മറ്റത് മറിച്ചത്. എന്റെ കൂട്ടത്തിൽ തന്നെ പലമാരുണ്ട്. കണ്ടതും കടിയതും എല്ലായിട്ട് സ്നാപ്പ് ഉണ്ടാക്കി എടുത്ത് കണ്ടമാർക്ക് മൊത്തം അയച്ചു കൊടുക്കും. ഇത് പൊക്കിക്കൊണ്ട് പോകും. ഇത് പൊക്കിക്കൊണ്ട് പോയിട്ട് സ്നാപ്പിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ലീക്ക് വരുന്നത്. ഇവന്മാർ ഇതൊക്കെ പൊക്കിക്കൊണ്ട് പോയിട്ട് ആപ്പിൽ അവിടെ ഇവിടെ ചപ്പ് ചാവലൊക്കെ ഇട്ടിട്ട് അമ്മാരെ പരിപാടിക്കായിട്ട് വേണമെങ്കിൽ പരിപാടി നടത്താൻ വേറെ ആൾക്കാർക്ക് അയച്ചു കൊടുക്കും.
ഈ സ്നാപ്ചാറ്റിന്റെ ഐഡിയ ഒന്നും വെച്ചൊന്നും വല്ലതൊക്കെ പൊക്കിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ ആരെയും കണ്ടുപിടിക്കാനൊന്നും പറ്റത്തുപോലും ഇല്ല. സ്നാപ്പിൽ ആകെ എന്തിനാണ് നിങ്ങൾ അയച്ചു കൊടുക്കുന്ന സ്നാപ്പ് എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ ചാറ്റിന്റെ സ്ക്രീൻഷോട്ട് എടുത്തു കഴിഞ്ഞാൽ സ്ക്രീൻഷോട്ട് എടുത്തെന്ന് അറിയാൻ പറ്റും. എടുത്തോണ്ട് പോയിട്ട് വല്ലതും ചെയ്ത് കഴിഞ്ഞിട്ടിരുന്ന് മോങ്ങിയിട്ട് വല്ല കാര്യമുണ്ട്. നിങ്ങളായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ സൂക്ഷിച്ചു. ഈ അനാവശ്യമായിട്ട് അതിനോടത്തെ ആൾക്കാർക്ക് സ്നാപ്പ് അയക്കുന്ന പരിപാടി മറ്റത് മറിച്ച് പറ്റുമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ നിങ്ങളൊരു ഇൻഫ്ലുവൻസർ ആവാനോ കണ്ടന്റ് ക്രിയേറ്റർ ആവാനോ ആഗ്രഹിക്കാത്ത ഒരാളാണ്, സെൽഫായിട്ട് ഒരു പേഴ്സണൽ അക്കൗണ്ട് കൊണ്ടുപോകുന്ന സാധാ ഒരാളാണെന്നുണ്ടെങ്കിൽ അതിനോടത്തെ ടീംസുകളൊക്കെ ഹൈലൈറ്റും കാര്യങ്ങളൊക്കെ ഹൈഡാക്കി ഇടുക, അല്ലെങ്കിൽ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ഹൈഡാക്കി ഇടുക. അല്ലാന്നുണ്ടെങ്കിൽ ഫോളോവേഴ്സ് ലിസ്റ്റിൽ നിന്ന് എടുത്ത് കളയുക. ഇന്നത്തെ കാലത്ത് നിങ്ങളൊക്കെ ഫോട്ടോയും കാര്യങ്ങളും ഒക്കെ സേഫായിട്ട് വെച്ചേക്കാം. അതേ ഉള്ളൊരു വഴി. നീ കണ്ട അങ്ങനത്തെ കൂടെ പഠിക്കുന്നവന്മാരെ പോലെ ഒന്നും വിശ്വസിക്കരുത്. സീരിയസ് ആയിട്ട് പറയുന്നത് ഒരുത്തനെയും വിശ്വസിക്കരുത്. ആണുള്ള സ്വഭാവമാണെങ്കിൽ നല്ലപോലെ അറിയാവുന്നത് പറഞ്ഞു, ഒരു നാളുകളെയും വിശ്വസിക്കരുത്. ഫോട്ടോ കിട്ടിക്കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് എവിടെയൊക്കെ ഇങ്ങനെയൊക്കെ പോകുന്നൊന്നും പറ്റില്ല. കൂടെ പഠിക്കണവന്മാരെ പോലും വിശ്വസിക്കരുത്. തീർത്ത് പറയാണ്, ഒരുത്തനെയും വിശ്വസിക്കരുത്. സ്വന്തം വീട്ടുകാരെ പോലും ഇന്നത്തെ കാലത്ത് പെൺപിള്ളേർക്ക് വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് കാലങ്ങൾ കടന്നു പോകണം. അപ്പൊ നിങ്ങളായിട്ട് നിങ്ങളെ സൂക്ഷിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൊള്ളാം. ഇല്ലെങ്കിൽ നിങ്ങൾ മൂഞ്ചും. ഇത് വ്യക്തമായിട്ട് പറഞ്ഞുകൊണ്ട് സൈനിങ് ഓഫ് ഷാനു സ്റ്റോക്സ്. നീയൊക്കെ നിന്നെയൊക്കെ സൂക്ഷിച്ചു തന്നെ, ആണായാലും പെണ്ണായാലും എന്റെ കൂടെ തന്നെ വേണം. നമ്മളെ സൂക്ഷിച്ചു തന്നെ ജീവിച്ചു പോകാം, ഇല്ലെങ്കിൽ